കാറ്റോഫൽ പ്യൂരി എന്ന ഓമന നാമത്തിൽ അറിയപ്പെടുന്ന ഒരു ജർമ്മൻ ഡിഷാണ് ഇന്ന് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇതൊരു പക്ക ജർമ്മൻ ഡിഷാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനൊരു ഡിഷിനെ പറ്റി ഞാൻ അറിയുന്നത്. ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്യുക. അതൊന്ന് മെൽറ്റായി വരുമ്പോഴേക്കും അതിലേക്ക് കഴുകി വൃത്തിയാക്കി വട്ടത്തിലരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ പൊട്ടറ്റോസൊക്കെ നന്നായിട്ട് ബട്ടറിൽ മിക്സായി വരുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിന് വെള്ളവും പാകത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് നേരം ഒന്ന് ചൂടാക്കുക. ഇതൊന്ന് ചെറുതായിട്ട് ബോയിൽ ചെയ്ത് തുടങ്ങുമ്പോഴേക്കും നമുക്ക് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം 20 മിനിറ്റ് ഒക്കെ ആയപ്പോഴേക്കും പൊട്ടറ്റോസൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം നമുക്ക് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് പൊട്ടറ്റോസ് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കാം. സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്യാം. എന്നിട്ട് ആവശ്യത്തിന് ഫ്രഷ് മിൽക്കും. ഫ്രഷ് മിൽക്ക് ആഡ് ചെയ്യുന്നത് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് സ്മൂത്ത് ആക്കാനാണ്. ശേഷം നന്നായി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു കൂട്ടിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ശേഷം ആവശ്യമെങ്കിൽ മാത്രം കുറച്ചും കൂടി ഫ്രഷ് മിൽക്ക് ആഡ് ചെയ്ത് ഇതൊന്ന് സ്മൂത്ത് ആക്കി എടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണിത്. ഇതിൻ്റെ കൂടെ ചിക്കൻ കറിയും നമ്മുടെ നാടൻ മീൻ കറിയൊക്കെ ഒരു വളരെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.